പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യയെ വിഭജിച്ച് പുതിയ രാജ്യം വേണമെന്നാണ് ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നതെന്ന് മോദി ആരോപിച്ചു. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ CAA റദ്ദാക്കുമെന്നും മോദി ആശങ്ക പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത്. കോൺഗ്രസും ഇന്ത്യ സഖ്യവും ദക്ഷിണേന്ത്യയെ വിഭജിച്ച് പുതിയ രാജ്യം വേണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് മോദി ആരോപിച്ചു. ये लोग देश पर गुस्सा उतार रहे हैं। कर्नाटका और तमिलनाडु में कांग्रेस और इंडिया अलायंस के लोग क्या भाषण कर रहे हैं? दक्षिण भारत को तोड़कर अलग देश बनाने की मांग कर रहे हैं. ഛത്രപതി ശിവജിയുടെ നാടിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന വിഭാഗീയത പടർത്തുന്ന ചോദ്യവും മോദി ഉയർത്തി. ये घोषणा जिस धरती पर हुई, छत्रपति शिवाजी महाराज की धरती, क्या कभी भी कांग्रेस के ऐसे एजेंडे को स्वीकार करेगी? क्या इन्हें जवाब मिलना चाहिए. മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ നാളുകളിൽ പ്രകടമായ ആവേശവും ആത്മവിശ്വാസവും കൊളാപൂർ പ്രസംഗത്തിൽ കണ്ടില്ല. दृश्य देख करके मुझे तो सोचता हूं बाला साहब के पर कितनी बीती होगी, बाला साहब ठाकरे के मन पर कितनी चोट पहुंची होगी. ऐसे लोग हैं ये. വികസനവും ഗ്യാരണ്ടിയുമായിരുന്നില്ല, പകരം പ്രതിപക്ഷത്തിന് നേരെയുള്ള ആരോപണങ്ങളായിരുന്നു പ്രസംഗത്തിലുടനീളം മുഴങ്ങിക്കേട്ടത്. ദേശവിരുദ്ധ അജണ്ടകളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ആരോപിച്ച നരേന്ദ്രമോദി കാശ്മീരിലെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും ആരോപിച്ചു. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ CAA റദ്ദാക്കുമെന്നും മോദി പറഞ്ഞു. പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്നായിരുന്നു മോദി ആശങ്ക പങ്കുവച്ചത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരും വേദിയിലുണ്ടായിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.